ഈ ലോകത്ത് ആരും തന്നെ പൂർണ്ണരല്ല കേട്ടോ. ഒരു ചെറിയ കഥയിലൂടെ അത് മനസ്സിലാക്കിയാലോ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. ഈ കർഷകന് രണ്ട് കുടങ്ങളുണ്ടായിരുന്നു. രണ്ട് മൺകുടങ്ങൾ കേട്ടോ. അപ്പൊ ഇതിലൊന്ന് കുറച്ച് പൊട്ടിയതായിരുന്നു. മറ്റൊന്നോ പൂർണ്ണതയും മിനുസതയുമേറിയ മനോഹരമായ ഒരു കുടമായിരുന്നു. കർഷകൻ ഒത്തിരി നീതിമാനും സ്നേഹിതനുമായതിനാൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും അയാൾ വലിയ കാര്യമായിരുന്നു. അപ്പൊ ഈ കർഷകനായിട്ട് വീട്ടിലെ ആവശ്യത്തിന് വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ തോളിൽ കുറുകെ കമ്പി ഇങ്ങനെ വെച്ച് രണ്ടറ്റത്തും ഓരോ കുടവും കെട്ടി ഇങ്ങനെ തോട്ടിലേക്ക് വെള്ളം എടുക്കാൻ പോകുമായിരുന്നു. എപ്പോഴും ഇയാൾ വെള്ളം ശേഖരിച്ചിട്ട് വരുമ്പോൾ ഈ പൊട്ടിയ കുടത്തിൽ നിന്നും തുള്ളി തുള്ളി തുള്ളിയായിട്ട് വെള്ളം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എപ്പോ വീടെത്തിയാലും ഈ പൊട്ടിയ കുടത്തിൽ എപ്പോഴും പകുതി വെള്ളമേ കാണും. അപ്പൊ ഈ പൂർണ്ണതയേറിയ കുടോ എന്നും ഈ കുടത്തിനെ കാണുമ്പോൾ കുറ്റപ്പെടുത്തുമായിരുന്നു. നീ കാരണം നമ്മുടെ യജമാനന് എന്ത് നഷ്ടമാണ്. നീ ഇങ്ങനെ ഈ പൊട്ടലും വെച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് അത്രയും ദൂരം അദ്ദേഹം വെള്ളം ചുമന്നുകൊണ്ട് വരുമ്പോൾ പകുതി വെള്ളമേ നിനക്ക് ഈ വീട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹത്തിന് അത്രയും പ്രയത്നമാണ് നീ പാഴാക്കുന്നത്. തന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലയോ എന്ന് കേൾക്കുമ്പോൾ ഈ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമാണ്. അപ്പൊ പൊട്ടിയ കുടം വിചാരിക്കും, ഞാൻ ഈ മിനുസതയേറിയ കുടം പോലെ പൂർണ്ണനായിരുന്നുവെങ്കിൽ എനിക്ക് യജമാനന് മുഴുവൻ വെള്ളവും വീട്ടിലെത്തിക്കാൻ പറ്റുമായിരുന്നു. യജമാനന്റെ ആ പ്രയത്നം പാഴാവില്ലായിരുന്നു. ഇത്രയും ദൂരം പോയി കഷ്ടപ്പെട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ അത്രയും വെള്ളം എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അത്രയും വെള്ളം എന്നിൽ നിന്ന് പകുതി വെള്ളം ചോർന്നു പോകുന്നല്ലയോ എന്നുള്ള സങ്കടം ഈ കുടത്തിന് ഒരുപാട് 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 ഇങ്ങനെ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഈ കുടം തന്നെ തന്നെ പഴിക്കാൻ തുടങ്ങും. തന്നെ തന്നെ വെറുക്കാൻ തുടങ്ങും. ഞാൻ ഇത്രയും ഉപയോഗശൂന്യനായല്ലോ എന്നൊക്കെ ചിന്തിച്ച് 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 ഡെയിലി ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് പരിഭ്രമിച്ച് കരഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കരഞ്ഞ് 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 അറിയാതെ ഈ കുടം ഒരു ദിവസം സംസാരിക്കുമ്പോൾ യജമാനൻ അത് കേൾക്കും. അപ്പൊ യജമാനനോട് ഈ കുടം പറയും, യജമാനനെ, അവിടുന്ന് എന്ത് നീതിമാനാണ്, ഇത്രയും ഉപയോഗശൂന്യമായ എന്നെ അവിടുന്ന് ഇതുവരെ ഉപേക്ഷിച്ചില്ലല്ലോ. ഞാൻ കാരണം അവിടത്തേക്ക് എന്തുമാത്രം നഷ്ടമാണ്. അത്രയും ദൂരം അവിടുന്ന് ചെന്ന് വെള്ളം ചുമന്നെടുത്ത് ഇവിടെ എത്തിക്കുമ്പോൾ എനിക്ക് പകുതി വെള്ളമേ അവിടത്തേക്ക് തരാൻ കഴിയുന്നുള്ളൂ. അവിടുത്തെ കുടുംബത്തിന്റെ ദാഹം തീർക്കാൻ എനിക്ക് പകുതി വെള്ളമേ തരാൻ കഴിയുന്നുള്ളൂ. ഞാനും ഈ പൂർണ്ണതയേറിയ കുടത്തെ പോലെ ആയിരുന്നുവെങ്കിൽ അവിടുത്തെ കുടുംബത്തിന് അവിടുത്തെ അധ്വാനം മുഴുവൻ കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞ് ഈ കുടുംബം ഒത്തിരി സങ്കടപ്പെടും. അപ്പൊ യജമാനൻ ഈ പൊട്ടിയ കുടത്തിനോട് പറയും, കുടമേ, നീ സങ്കടപ്പെടരുത്. ആരും ഈ ലോകത്ത് പൂർണ്ണരല്ല. ആരും ഈ ലോകത്ത് പൂർണ്ണരായി ജനിച്ചിട്ടില്ല. എല്ലാവരും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളാണ്. എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ ഈ ലോകം എങ്ങനെ ശരിയാവും? അതിലെന്ത് രസമാണുള്ളത്? നീ നാളെ എൻ്റെ കൂടെ വരുമ്പോ നിന്റെ ചുറ്റും എന്തൊക്കെ കാണുന്നു, അല്ലെങ്കിൽ നിന്റെ വഴി എന്തൊക്കെ കാണുന്നു എന്ന് എന്നോട് പറയുക. അപ്പോഴീ കുടത്തിന് തൽക്കാലത്തേക്കുള്ള ചെറിയൊരു ആശ്വാസം കിട്ടും. യജമാനൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, യജമാനൻ തന്നെ വെറുക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ആശ്വാസത്തില് ഈ കുടം ഇരിക്കും. അപ്പോ അടുത്ത ദിവസം ഈ കർഷകൻ ഇങ്ങനെ ഈ കുടവും കൊണ്ടുപോയി വെള്ളം എടുത്ത് തിരിച്ചു വരുന്ന വഴിയെ രണ്ട് കുടങ്ങളോടും പറയും, നിങ്ങൾ രണ്ട് പേരെ സൈഡിൽ നോക്കുക, നിങ്ങൾ എന്ത് കാണുന്നു? അപ്പൊ പൊട്ടാത്ത കുടം പറയും, യജമാനനെ ഞാനൊന്നും കാണുന്നില്ല, പാത മാത്രം കാണുന്നു, വേറൊന്നും ഈ പൂർണ്ണനായ കുടം കണ്ടില്ല. അപ്പൊ പൊട്ടിയ കുടം പറയും, യജമാനനെ ഞാൻ മനോഹരമായ പൂക്കൾ കാണുന്നു, പല വർണ്ണങ്ങളിലുള്ള പൂക്കളും ചിത്രശലഭങ്ങളെയും കാണുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തിന്റെ സൈഡിലോട്ട് നോക്കുമ്പോ ശരിയാണ്, നിറച്ച് മനോഹരമായ പൂക്കൾ നിൽക്കുന്നു. അപ്പോഴേ ഈ രണ്ട് കുടങ്ങൾക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ യജമാനൻ ചോദിക്കും, നിങ്ങളിൽ ആരുടെ സൈഡാണ്, ആരുടെ വശത്താണ് മനോഹരമായ പൂക്കൾ നിൽക്കുന്നത്? അപ്പൊ പൊട്ടിയ കുടം പറയും, യജമാനനെ എന്റെ വശത്താണിതാ നിറച്ചു പൂക്കൾ നിൽക്കുന്നത്. അപ്പോഴ് കർഷകൻ പറയും, ഈ പൂക്കളെല്ലാം വിരിയാൻ കാരണം നീയാണ്. നിന്നിലൂടെ പൊട്ടിയൊലിച്ച വെള്ളമാണ് ഈ വിത്തുകൾക്ക് മുളയ്ക്കാൻ കരുത്തേകിയത്, ഈ വിത്തുകളെ മുളപ്പിച്ചത്. ഈ വിത്തുകളിൽ നിന്ന് മനോഹരമായ പൂക്കളായിട്ട് ഇട്ട് നിൽക്കാൻ കാരണം അത് നിന്നിൽ നിന്ന് പൊട്ടി വീണ വെള്ളമായിരുന്നു. നിന്നിലെ പൊട്ടൽ കണ്ട് ഞാൻ ഈ സൈഡ് കുറച്ച് പൂക്കളുടെ വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതാ നിന്റെ ഉള്ളിൽ നിന്നും വന്ന വെള്ളത്തിലൂടെ നനവ് കൊണ്ട് ഓരോ വിത്തും വേരിറങ്ങി പൊട്ടി മുളച്ച് ഇതാ മനോഹരമായ പൂക്കൾ നൽകിയിരിക്കുന്നു. എന്തു മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വന്നത്. ഇത്രയും നാള് താൻ ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു കുടമായല്ലോ, യജമാനന് പകുതി വെള്ളം മാത്രം വീട്ടിലെത്തിക്കുന്ന യജമാനന്റെ ആ ഒരു കഷ്ടപ്പാട് വേസ്റ്റ് ആക്കുന്ന, പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്ന ഒരു കുടമായിരുന്നല്ലോ താനെന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ പൊട്ടിയ കുടം ഇത്രയും പൂക്കൾ തന്നിലൂടെയാണല്ലോ ഉണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. അതേസമയം നമ്മുടെ പൊട്ടിയ കുടത്തിനെ വിഷമിപ്പിച്ച പൂർണ്ണനായ കുടത്തിന് ഒത്തിരി സങ്കടവുമായി. അപ്പൊ പൂർണ്ണനായ കുടം പറയും, ഞാൻ പൂർണ്ണനായിരുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനത്തെ പൂക്കളൊന്നും വിരിക്കാൻ കഴിയാത്തത്. ഞാൻ പൂർണ്ണനായിരുന്നത് കൊണ്ട് എനിക്ക് ഈ മനോഹരമായ കാഴ്ച എന്റെ വഴിയെ നഷ്ടപ്പെട്ടുവല്ലോ. എന്തുകൊണ്ട് എനിക്ക് പൊട്ടല് തന്നില്ല?
ഞാനും പൊട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ മനോഹരമായ പൂക്കൾ വിരിക്കുമായിരുന്നല്ലോ. അപ്പൊ പൊട്ടാത്ത കുടത്തിന്റെ സങ്കടം കണ്ട് യജമാനൻ പറയും, നീ ഒരിക്കലും സങ്കടപ്പെടരുത്. നീ പൂർണ്ണനായിരുന്നത് കൊണ്ട് എന്റെ കുടുംബത്തിന് കുടിക്കാനുള്ള വെള്ളം കിട്ടി. അതേപോലെ ഈ പൊട്ടിയ കുടത്തിനോട് പറയും, നീയും നിന്റെ രീതിയിൽ പൂർണ്ണനായിരുന്നത് കൊണ്ട് എനിക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി. നിങ്ങൾ രണ്ടുപേരും എനിക്ക് സന്തോഷം നൽകിയ ആൾക്കാരായിരുന്നു. പൊട്ടിയ കുടമാകട്ടെ എനിക്ക് മനോഹരമായ കാഴ്ച നൽകി. എന്റെ കഷ്ടപ്പാടിൽ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളമെടുത്തിട്ട് വരുമ്പോൾ എനിക്ക് കണ്ണിന് കുളിർമയേകുന്ന, മനസ്സ് നിറയുന്ന കാഴ്ചകൾ നൽകി. അതേസമയം പൊട്ടാത്ത കുടമാകട്ടെ എന്റെ കുടുംബത്തിന് ദാഹം മാറ്റാനുള്ള ജലം നൽകി. നിങ്ങൾ രണ്ടുപേരും എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. ഇനി നിങ്ങൾ രണ്ടുപേരും പൊട്ടാത്ത കുടമായിരുന്നെങ്കിലോ? നിങ്ങൾ രണ്ടുപേരും എന്റെ കുടുംബത്തിന് വെള്ളം നൽകുമായിരുന്നു. പക്ഷെ എനിക്ക് മനോഹരമായ കാഴ്ച കണ്ട് എന്റെ മനസ്സിനെ സന്തോഷിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. ഇനി നിങ്ങൾ രണ്ടുപേരും പൊട്ടിയ കുടമായിരുന്നെങ്കിലോ? നിങ്ങൾ എനിക്ക് മനോഹരമായ കാഴ്ച നൽകുമായിരുന്നു. പക്ഷേ എന്റെ കുടുംബത്തിന് ദാഹം തീർക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ആ വ്യത്യസ്തത അവരിൽ പല രീതിയിലുള്ള കഴിവുകളെ ഉണർത്തുന്നു. ഈ പൊട്ടിയ കുടത്തിന് മനസ്സിന് സന്തോഷം നൽകാൻ കഴിഞ്ഞപ്പോൾ പൊട്ടാത്ത കുടത്തിന് തന്റെ ദാഹം തീർക്കാൻ കഴിഞ്ഞു. അപ്പോ പൂർണ്ണമായിരിക്കാൻ പൊട്ടലുള്ള കുടം ആഗ്രഹിക്കുന്നു. എന്നാൽ പൊട്ടലുള്ള കുടത്തിലൂടെ വന്ന സവിശേഷത കണ്ടപ്പോൾ അതിന് സന്തോഷമായി. അത് പൂർണ്ണനായിരുന്നെങ്കിൽ ഒരിക്കലും അതിന് അങ്ങനെ കഴിയില്ലായിരുന്നു. അപ്പോ സുഹൃത്തുക്കളെ, ഈ രണ്ട് കുടങ്ങളും ഈ സമൂഹത്ത് ആവശ്യമല്ലേ? ഈ പൊട്ടിയ കുടവും ഈ സമൂഹത്ത് ആവശ്യമാണ്, പൂർണ്ണമായ കുടവും സമൂഹത്ത് ആവശ്യമാണ്. ഈ പൊട്ടിയ കുടങ്ങളായി ജനിക്കപ്പെടുന്ന മനുഷ്യർ, അയ്യോ ഞാൻ പൊട്ടിയിരിക്കുന്നുവല്ലോ, എന്നെ കൊണ്ട് ഈ ഉപയോഗം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് എന്ത് കാഴ്ച ഈ ലോകത്ത് നൽകാൻ കഴിയുമെന്ന് തെളിയിക്കുക. ഇനി പൂർണ്ണമായ കുടമോ? പൊട്ടിയ കുടത്തിനെ പോലെ ഇത്രയും മനോഹരമായ കാഴ്ചയൊന്നും തരാൻ എനിക്ക് കഴിയുന്നില്ലയോ, എനിക്കിതെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ തന്നിലാകുന്ന കഴിവ് പുറപ്പെടുവിച്ച് സഹായിക്കാൻ നോക്കുക മറ്റുള്ളവരെ. അപ്പോ പൊട്ടിയ കുടം നമുക്കിവിടെ ഒരു മാർഗമായിരിക്കട്ടെ, പൂർണ്ണമായ കുടം നമുക്കിവിടെ ഒരു വഴിത്തിരിവായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മനോഹരമായ ദിവസങ്ങൾ നേരുന്നു. നന്ദി.